ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇസ്രയേലിലെ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആവശ്യമായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ കുടംപുളി, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ വേണ്ടിയത്. ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ക്യാപ്സിക്കം ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ അരികളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. വൃത്തിയാക്കിയ ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതും ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്ന ഒരു ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റും ഇതുപോലെ തന്നെ നടുവെ ഒന്ന് മുറിച്ചിട്ട് അതിനെയും ചെറിയ ചെറിയ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റും ഇവിടെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേണ്ടിയത് നമുക്ക് സ്പൈസസ് ആണ്. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് നമുക്കൊരു കുറച്ച് പെപ്പർ പൗഡറാണ് കേട്ടോ, കുരുമുളക് പൊടി. ഇത്രയും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്രൈ ആകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് പിന്നെ ഞാൻ ഇടുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ശേഷം ഞാനതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുത്തു. പിന്നീട് ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതാണ് ചേർത്തേക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട, ഒരു കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവുമേ. ഒരു 3-4 സെക്കൻഡുകൾ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ഹോട്ട് വാട്ടർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അമിനോൺ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ മീനിൻ്റെ പേര് അമിനോൺ എന്നാണ്. അമിനോൺ ഞാൻ 3 പീസ് അമിനോൺ മീൻ എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയതിനു ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ കുറേ നേരം എടുത്ത് വേവിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുള്ളത്. അങ്ങനെ നമ്മുടെ അമിനോൺ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ നമ്മുടെ അമിനോൺ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഉണ്ടായി നോക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.